കേരളത്തിനൊരു വനിതാ മുഖ്യമന്ത്രി വേണമെന്ന രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശം പാലിക്കേണ്ടത് സംസ്ഥാനത്തെ നേതാക്കളാണെന്ന് KPCC ജനറൽ സെക്രട്ടറി ദീപ്തി ബേരി വർഗീസ് പറയുന്നു. താക്കോൽ സ്ഥാനത്തേക്ക് സ്ത്രീകളെ പരിഗണിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. സ്ത്രീകൾ വോട്ട് ബാങ്ക് മാത്രമല്ലെന്നും ദീപ്തി മേരി വർഗീസ് 24നോട് പറഞ്ഞു. മറ്റു പല പ്രധാനപ്പെട്ട താക്കോൽ സ്ഥാനങ്ങളിലും സ്ത്രീകളെ വയ്ക്കാനും സ്ത്രീകളെ നല്ല കഴിവുള്ള സ്ത്രീകളെ വയ്ക്കാനുള്ള ഒരു തീരുമാനമുണ്ടാകുവാൻ സംസ്ഥാന നേതാക്കൾ തയ്യാറാകണം എന്നുള്ള ഒരു സന്ദേശം കൂടി അതിൻ്റെ അകത്ത്. കൊച്ചിയിൽ നിന്ന് ലാൽകൃഷ്ണ വിവരങ്ങളുമായി ചേരുന്നു. പറയൂ ലാൽകൃഷ്ണ, ഈ വനിതാ മുഖ്യമന്ത്രി എന്ന് പറയുന്ന സംഭവം ഒരു മുന്നണിയും മുന്നോട്ട് വയ്ക്കുന്നില്ല എന്നതാണ് പ്രധാനം. ഇതാകെ പറഞ്ഞത് രാഹുൽ ഗാന്ധി മാത്രമാണ്. തീർച്ചയായിട്ടും എസ്കെൻ, വനിതാ മുഖ്യമന്ത്രി എന്ന് പറയുന്നൊരു ആശയം നേരത്തെ തന്നെ പലരും പല ഘട്ടങ്ങളിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അത് പൂർണ്ണതോതിൽ മുന്നോട്ട് വയ്ക്കാൻ ആരും തയ്യാറായിരുന്നില്ല. നേരത്തെ ഗൗരിയമ്മയുടെ പേര് പറഞ്ഞിരുന്നു, സുശീല ഗോപാലിൻ്റെ പേര് ഒരു ഘട്ടത്തിൽ പണ്ട് കേട്ടിട്ടുള്ളതാണ്. ഈ അടുത്ത കാലത്ത് KK ശൈലജയുടെ പേര് പോലും ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്നതിനെ കുറിച്ച് പോലും ചർച്ചകൾ പോലും നടന്നതാണ്. പക്ഷേ രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്നാണ് ഒരു വനിതാ മുഖ്യമന്ത്രി കേരളത്തിന് വേണ്ടേ എന്ന ചോദ്യം ചോദിച്ചത്. ഈ മുന്നേറ്റത്തിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതിനിടയിലാണ് ദീപ്തി മേരി വർഗീസ് പറഞ്ഞത്, മുഖ്യമന്ത്രി ആയില്ലെങ്കിൽ പോലും താക്കോൽ സ്ഥാനങ്ങളിലേക്ക് പോലും സ്ത്രീകളെ പരിഗണിക്കുന്ന സ്ഥിതി കേരളത്തിൽ നിലവിലുണ്ടാകുന്നില്ല. അതിന് തീരുമാനമെടുക്കേണ്ടത് നിലവിലുള്ള നേതൃത്വം തന്നെയാണ്. പക്ഷേ നേതൃത്വം എന്ന് പറയുന്നത് പുരുഷ കേന്ദ്രീകൃതമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പൂർണ്ണമായും പുരുഷന്മാരുടെ നിയന്ത്രണത്തിലാണ് ഇപ്പോഴത്തെ നിയന്ത്രണ സംവിധാനങ്ങളും നേതൃത്വ സംവിധാനങ്ങളും ഉള്ളത്. അത് അപ്പാടെ മാറ്റിക്കൊണ്ട് താക്കോൽ സ്ഥാനത്തേക്ക് കൂടുതൽ സ്ത്രീകളെ പരിഗണിക്കണം. അതോടൊപ്പം മന്ത്രിമാരായിട്ടും മുഖ്യമന്ത്രിമാരായിട്ടും സ്ത്രീകളെ പരിഗണിക്കുന്ന ഒരു സ്ഥിതി കൂടി ഉണ്ടായാലേ ഈ സ്ഥിതി വിശേഷത്തിന് മാറ്റം വരികയുള്ളൂ എന്ന് പറയുന്ന ഒരു കാര്യങ്ങളാണ് ദീപ്തി പറഞ്ഞത്. പ്രധാനമായിട്ടും സീറ്റ് തർക്കങ്ങളടക്കമുള്ള കാര്യങ്ങൾ നടക്കുന്ന സമയത്ത് പോലും ഇത്തരം വിഷയങ്ങൾ പല ഘട്ടങ്ങളിൽ പോലും പരിഗണിക്കുന്നില്ല എന്ന കാര്യം പരിഭവത്തോടു കൂടിയാണെങ്കിലും പറയുന്നുണ്ട്. ഇന്നലെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, ഈ പ്രകടന പത്രിക പ്രകാശനം ചെയ്ത വേദികളിൽ ഒരു പാർട്ടിയുടെയും വേദികളിൽ പ്രകടമായി സ്ത്രീകളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അതിനകത്ത് അല്പമെങ്കിലും മാറ്റമുണ്ടായിരുന്നത് കോൺഗ്രസിൻ്റെ പ്രകടന പത്രിക പ്രകാശന വേദിയിലാണ്. പക്ഷേ അപ്പോഴും സ്ത്രീകൾക്ക് വേണ്ടത്ര അർഹിക്കുന്ന പരിഗണന കിട്ടുന്നില്ല എന്ന കാര്യം സ്ത്രീ വിഭാഗങ്ങളിൽ നിന്ന് തന്നെയുള്ള MPമാരും ജനപ്രതിനിധികളും നേതാക്കളടക്കമുള്ളവരും മറച്ചു വെക്കുന്നില്ല. ആ പരിഗണനയുടെ ആവശ്യമാണ് ഇപ്പോൾ മുന്നോട്ട് വരുന്നത്. ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് കൂടുതൽ ചർച്ചയാകുന്നതും സ്ത്രീകൾക്ക് ലഭിക്കുന്ന പരിഗണനയില്ലായ്മ തന്നെയാണ്. ആ പരിഗണനയില്ലായ്മയ്ക്ക് പരിഹാരം കാണാൻ നിലവിലുള്ള നേതൃത്വം മുൻകൈയെടുത്ത് മുന്നോട്ട് വരണം എന്നൊരാവശ്യം കൂടിയാണ് ദീപ്തി മേരി വർഗീസ് പറയുന്നത്. അതിന് നേതൃത്വം തന്നെ സ്വയംബോധം വീണ്ടെടുത്ത് മുന്നോട്ട് വരണം എന്ന കാര്യം കൂടി അവർ സൂചിപ്പിക്കുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.